ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. സയൻറ്റിസ്റ്റ് കണ്ടെത്തിയതും അവരുടെ ഓരോരോ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇലക്ട്രോൺ എന്താണ് നമ്മൾ പഠിച്ചു, പ്രോട്ടോൺ എന്താണെന്ന് പഠിച്ചു, ന്യൂട്രോൺ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ലെവലിലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമുള്ള പോർഷനാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, പെട്ടെന്ന്. പിന്നെ കുറച്ച് മാത്സും കൂടി അറിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ആറ്റം വൈദ്യുതിപരമായിട്ട് ഉദാസീനമാണ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് നമുക്ക് എന്താ, നമ്മളെല്ലാവരും പഠിച്ചു, ആറ്റത്തിന് ഒരു സെൻട്രലായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണ്, അതിൻ്റെ ഉള്ളിലാണ് ന്യൂട്രോൺ. മനസ്സിലായോ? അതിൻ്റെ ചുറ്റുമുള്ള ലെയേഴ്സ് ഒരുപാടുണ്ട്. അവിടെയാണ് എന്തുള്ളത്, ഇലക്ട്രോൺ ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണെന്ന് നമ്മൾ പഠിച്ചു. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണെന്ന് നമ്മൾ പഠിച്ചു. നമ്പർ ഓഫ് പ്രോട്ടോൺ, ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ഒരു ആറ്റത്തിൽ ഈക്വൽ ആയിരിക്കും. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലായിട്ട് മാറും. മനസ്സിലായോ? നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസും പോസിറ്റീവും രണ്ടിടത്ത് വന്നാൽ അത് ന്യൂട്രലായിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെയാണ് എന്ത് പറയുന്നത്, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആ പോയിൻ്റ് ഓർത്ത് വെക്കണം കേട്ടോ. ആ പോയിൻ്റ് ഓർത്ത് വെക്കണേ. അടുത്തത് നമ്മൾ ആറ്റത്തിൻ്റെ ഓരോരോ മോഡലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് കാണുന്നില്ല അല്ലേ? റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണുണ്ടോ? ചിലപ്പോൾ ഇതിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കും. എങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചിട്ട് വേണം ക്ലാസ് കേൾക്കാം കേട്ടോ. റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഇതിലെന്താ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ വാക്ക് തന്നെ ഉണ്ട്, പ്ലാനറ്ററി. പ്ലാനറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, സൗരയൂഥം. സൗരയൂഥത്തിൽ എന്താ ഉള്ളത്, നടുവിലൊരു സൺ ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഭൂമി, എർത്ത്, മാർസ്, ചൊവ്വ, അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങൾ ചുറ്റും നിന്നിങ്ങനെ കറങ്ങാണ് അല്ലേ, സൗരയൂഥം. അങ്ങനത്തെ മോഡലാണ് എന്ത്, റൂദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അതായത് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ചുറ്റും എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതാണ് അവസാനം ഇതിൽ വന്ന് വീഴുന്നൊക്കെയാണ് പിന്നെ റൂദർഫോർഡ് പറയുന്നത്. അപ്പോൾ റൂദർഫോർഡ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ദർ ഈസ് എ സെൻട്രൽ പോർഷൻ, the whole mass of the atom is concentrated on that central portion. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ന്യൂക്ലിയസ്. മനസ്സിലായോ? ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സെൻട്രൽ പോർഷൻ ഉണ്ട്, ഒരു നടുവിലൊരു പോർഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, ന്യൂക്ലിയസ്. മനസ്സിലായോ? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് നടക്കുകയാണെന്നുള്ളതാണ് എന്ത്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം റൂദർഫോർഡ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പിന്നീട് റൂദർഫോർഡിൻ്റെ ഈ തിയറി പിന്നെ തെറ്റാണെന്ന് കണ്ടെത്തി. കാരണം എന്താ, ഇവിടെ ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്. ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പവർ കൊണ്ടാണ്, പിന്നെ ആകർഷണം കൊണ്ടാണ് ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നാണ് പ്ലാനറ്ററി മോഡലിൽ റൂദർഫോർഡ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രോട്ടോൺ, പോസിറ്റീവായിട്ടുള്ള സാധനം ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിങ്ങനെ പോയിട്ട് അവസാനം ഇതിലോട്ട് ചെന്നിട്ട് വീഴും ഇല്ലേ? അത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിങ്ങനെ കറങ്ങി ഇതിൽ പോയിട്ട് വീഴും. പക്ഷേ നമ്മൾ ആറ്റം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ വീഴുന്നില്ല. ഇലക്ട്രോൺസൊക്കെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്നുള്ളത് സയൻറ്റിസ്റ്റ് കണ്ടെത്തി. ആ കണ്ടെത്തിയതിന് ശേഷം റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം തിയറിക്ക് അനുസൃതമല്ല എന്ന് മനസ്സിലായോ? അങ്ങനെ അടുത്ത ഒരാൾ ഈ റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതാണെന്ത്, ബോർ മോഡൽ ഓഫ് ആറ്റം. ഇമ്പോർട്ടൻ്റ് ആണ് ബോർ മോഡൽ ഓഫ് ആറ്റം.
അടുത്തത് നമ്മളിപ്പോൾ റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം നമുക്ക് മനസ്സിലായല്ലോ. ഒന്നുമില്ല, പ്ലാനറ്ററി എന്നുള്ള സൗരയൂഥമാണ്. സൗരയൂഥം പോലെ തന്നെയാണ് എന്ത് ആറ്റത്തിനെ പിന്നെ റുദർഫോർഡ് മനസ്സിലാക്കിയിട്ടുള്ളത്. നടുവിൽ പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് പവർ കൊണ്ട്, ആകർഷണ പവർ കൊണ്ട് ഈ ഇലക്ട്രോൺസ് ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിട്ട് അതിൽ വീഴാണെന്നുള്ളതാണ് എന്ത് റുദർഫോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തെറ്റാണെന്ന് മനസ്സിലാക്കി. പ്ലാനറ്ററി എന്ന് ആലോചിച്ചാൽ മതി, സൗരയൂഥം എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിക്ചറൊക്കെ കിട്ടും കേട്ടോ. ടെക്സ്റ്റ് എന്തായാലും ക്ലാസ് കേൾക്കുമ്പോൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് വേണം ക്ലാസ് കേൾക്കാൻ കേട്ടോ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറുമാരോട് പറയണം. ഓക്കെ, പറയാണ്ടിരിക്കരുത് കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ബോർസ് മോഡൽ. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ പറഞ്ഞതാ. അടിയിൽ ആരാണ്? ന്യൂക്ലിയസ്. ഞാൻ വെറുതെ ഒരു സ്ട്രക്ചർ വരച്ചു എന്നുള്ളൂ കേട്ടോ. നടുവിൽ ആരാണ്? ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പം ബോർസ് മോഡലിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റൽ കാൾഡ് എന്താണ്? ഷെൽ. ഫിക്സ്ഡ് പാത്ത്. മനസ്സിലായോ? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് പാത്ത്. ഈ ഫിക്സ്ഡ് പാത്തിന് പറയുന്ന പേരെന്താണ്? ഷെൽ എന്ന് പറയും, അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. മനസ്സിലായോ? ഇലക്ട്രോൺസ് നമ്മളെ ആറ്റത്തിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന പാത്ത്, ആ സഞ്ചരിക്കുന്ന വഴിയെ വിളിക്കുന്ന പേരാണെന്ത്? ഷെല്ലെന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അതാണ് ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റിൽ ഓരോ ഓർബിറ്റിൽ ഇതുണ്ടോ? ഇത് ഫസ്റ്റത്തെ ഓർബിറ്റ്, ഇത് രണ്ടാമത്തെ ഓർബിറ്റ്, ഇത് മൂന്നാമത്തെ ഓർബിറ്റ്. ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിനെന്ത് വേറെ പേരിട്ട് വിളിക്കുക? എനർജി ലെവൽസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണ്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലെന്ന് പറയും. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഓരോ ഷെല്ലിനും ഓരോ എനർജി ഉണ്ട്. അപ്പോൾ എന്താണ്? എനർജി ലെവൽ എന്ന് പറയും. മനസ്സിലായേ? മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഇതിൽ ഈ ഓരോ ഷെല്ലിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു എനർജി ലെവലാണ്. ആ ഇലക്ട്രോണിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ആയിരിക്കില്ല ഈ ഷെല്ലിൽ. മനസ്സിലായോ? ഈ രണ്ട് ഇലക്ട്രോണും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ലെവലിലായിരിക്കും. മനസ്സിലായോ? അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓർബിറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ ഊർജം അത് നിശ്ചിതമായിട്ടുള്ള ഊർജ്ജമായിരിക്കും. അത് ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറൂല. മനസ്സിലായോ? ദ എനർജി. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷെൽ ആൻഡ് ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതായത് ഈ ഷെല്ലുണ്ടല്ലോ, ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഷെല്ല്, ഈ ഷെല്ലിനൊരു എനർജി ഉണ്ടാവും. മനസ്സിലായി? ഈ ഷെല്ലിനൊരു എനർജി 10. എക്സാമ്പിളായിട്ട് പറയട്ടെ, 10. ഈ ഷെല്ലിൻ്റെ എനർജി എന്താണ്? 20. ഈ ഷെല്ലിൻ്റെ എനർജി എന്താണ്? 30. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലിന് എനർജി കൂടുതലായിരിക്കും. മനസ്സിലായോ? ദ എനർജി ലെവൽ ഓഫ് ഈച്ച് ഓർബിറ്റ് ഇൻക്രീസസ് വിത്ത് റെസ്പെക്റ്റ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഓർബിറ്റ് ഇൻക്രീസസ്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എനർജി ലെവൽ കൂടും.
മനസ്സിലായോ? അതൊന്ന് അത്ര മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള എനർജി ഷെൽസിന് ഓരോരോ നമ്പർ ഇടാണ്. അതായത് നമ്മൾ ആദ്യത്തെ നമ്പർ ഇട്ട് KLM, അടുത്തതുണ്ടെങ്കിൽ എന്താണ് MN, അടുത്തുണ്ടെങ്കിൽ NO, അങ്ങനെ പോവും. അതേപോലെ അല്ലെങ്കിൽ 1 2 3 4 5 അങ്ങനെ പറയാം കേട്ടോ. എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ, ദൂരം അകലം കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടും. പിന്നത്തെ പോയിൻ്റ് KLMN ഓർ 1 2 3 4 ഈ ഷെല്ലിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അതിലെ വാക്കുകൾ നിങ്ങൾ അതിലൂടെ പോവുക. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിലൂടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബോർ മോഡൽ പറയുന്നത്. ദ ഷെൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ് 1 2 3 അങ്ങനെ പോവും, അല്ലെങ്കിൽ ഓർ KLMNO അങ്ങനെ പോവും കേട്ടോ. അങ്ങനെ 4-5 പോയിൻ്റാണ് ഈ പിന്നെ ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് പാത്ത് കാൾഡ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽസ്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ ആൾസോ കാൾഡ് എനർജി ലെവൽസ് എന്ന് പറയും. മൂന്നാമത്തത്, ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ആൻ പർട്ടിക്കുലർ ഓർബിറ്റ് ഇസ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നാലാമത്തെ പോയിന്റ്, ദ എനർജി ഓഫ് ദ സെൽസ് ഇൻക്രീസസ് if the distance between the nucleus and the shells increases. അഞ്ചാമത്തെ പോയിന്റ്, the shells around the nucleus can be numbered 1 2 3 or KLMNO. മനസ്സിലായോ? ആദ്യത്തേത് പറഞ്ഞിട്ടുള്ളത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു പ്രത്യേക സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരപഥത്തിന് പറയുന്ന പേരാണെന്ത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഓരോ സഞ്ചാരപഥത്തിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നീട് പറയുന്ന കാര്യം എന്താണ്? ഓരോ സഞ്ചാരപഥത്തിനും പ്രത്യേക എനർജി ഉണ്ട്, അപ്പം പ്രത്യേക ഊർജ്ജമുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും? ഓരോരോ പിന്നെ എനർജി ലെവൽ നമുക്ക് പറയാം. മനസ്സിലായോ? നാലാമത്തെ പോയിൻ്റ് എന്താണ്? ഈ പിന്നെ ന്യൂക്ലിയസിൽ നിന്ന് ഷെൽസ് തമ്മിലുള്ള ദൂരം ദൂരം കൂടും തോറും അവരുടെ എനർജി കൂടും. മനസ്സിലായോ? ഷെൽസിൻ്റെ എനർജി കൂടും. പിന്നീട് നമ്മളെന്ത് പറഞ്ഞത്? ഓരോ ഷെൽസിനും ന്യൂക്ലിയസിൻ്റെ തൊട്ട അടുത്ത് നിന്നുള്ള ഓരോ ഷെൽസിനും നമുക്ക് നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1 2 3 എന്ന് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ KLMNO അങ്ങനെ നമ്പർ ചെയ്തിട്ട് പോവാം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇത് കാണുന്നതിൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്തായാലും വായിക്കണം കേട്ടോ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. നല്ല രസമുള്ള ടോപ്പിക്കാണ്. മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ denoted by the letter A. അറ്റോമിക് നമ്പർ denoted by the letter ഏതാണ്? Z. ഇത് മനസ്സിലാക്കുക കേട്ടോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A ആണ്, അറ്റോമിക് നമ്പർ പറഞ്ഞാൽ എന്താണ്? Z ആണ്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം മനസ്സിലാക്കേണ്ടത്? മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്? എവിടെയാണ് മാസ്, പിന്നെ ഒരു ആറ്റത്തിൻ്റെ മാസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് നിൽക്കുന്നത്, അതിൻ്റെ മാസ് എവിടെയാണ്? നമ്മൾ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. എവിടെയാണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. അവിടെ ആരാ ഉള്ളത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത്? പ്രോട്ടോണും ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണും മാസുണ്ട്, ന്യൂട്രോണും മാസുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക കേട്ടോ. മാസ് അപ്പോൾ എന്താണ്? ടോട്ടൽ മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്.
പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺ മനസ്സിലായോ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ തുകയാണെന്ത് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺ മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് എന്ത്? അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺ, ഒരു ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഒരേ സംഖ്യയായിരിക്കും. അപ്പോഴല്ലേ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുള്ളൂ, വൈദ്യുതപരമായിട്ട് ഉദാസീനമാവുള്ളൂ. കാരണം പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്നും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ കൂട്ടണം നമ്പർ ഓഫ് ന്യൂട്രോൺ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, പ്രോട്ടോണിൻ്റെ എണ്ണം. അതിനോട് തുല്യം തന്നെയാണ് എന്ത്? ഇലക്ട്രോണിൻ്റെ എണ്ണവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺ, എത്ര ന്യൂട്രോൺ എന്ന് കണ്ടെത്താൻ നമുക്ക് എന്താ ചെയ്യുക? നമ്പർ ഓഫ് ന്യൂട്രോണിനെ എത്ര എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺ കിട്ടും. മനസ്സിലായോ? അതായത് മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ, അതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. മാസ് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായോ? ഒരു ആറ്റത്തിനെ തന്നിട്ട് അതിൻ്റെ മാസ് നമ്പർ തരും, അതിൻ്റെ അറ്റോമിക് നമ്പർ തരും. അപ്പം പ്രോട്ടോൺ കണ്ട എത്ര ഉണ്ട് ചോദിക്കും, ന്യൂട്രോൺ എത്ര ഉണ്ട് ചോദിക്കും, ഇലക്ട്രോൺ എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിത് നോക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം. ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിനും കാര്യങ്ങളൊക്കെ തരാം. ഇങ്ങനെയാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ എഴുതുക. ഒരു ആറ്റത്തിൻ്റെ പേര് ഏതോ ആയിക്കോട്ടെ, ഹൈഡ്രജൻ, കാർബൺ, സോഡിയം, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിൽ കൊടുത്ത ആണെന്ത്? മാസ് നമ്പർ എ ആണ് നമ്മൾ മാസ് നമ്പറിനെ വിളിക്കുക. ഇതെന്താണ്? അറ്റോമിക് നമ്പർ. എന്താണ്? ഇസഡ് എന്നാണ് നമ്മൾ വിളിക്കുക. മനസ്സിലായോ? അപ്പം മാസ് നമ്പർ എന്താ നമ്മൾ പഠിച്ചു? എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ് പഠിച്ചു. അറ്റോമിക് നമ്പർ എന്താ പഠിച്ചത്? നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. ആ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയായിരിക്കും എന്ത്? ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ എത്ര നമ്മൾ ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ. ഇനി ഫുള്ള് ലെറ്ററിലോട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇസഡ് എത്രയാണ്? 11 അല്ലേ? അറ്റോമിക് നമ്പർ 11 അപ്പോൾ നമ്മൾ അതിൽ എന്ത് മനസ്സിലാക്കണം? നമ്പർ ഓഫ് പ്രോട്ടോൺ എത്രയാണ്? പ്രോട്ടോൺ 11. പ്രോട്ടോൺ എത്രയാണെങ്കിൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും എന്ത്? ഇലക്ട്രോൺ. 11 ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലായോ? ഇനിയിപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. മാസ് നമ്പർ ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എ എത്രയാണ്? 23. അപ്പോൾ നമ്മളതിൻ്റെ ഇതിലെത്ര ന്യൂട്രോൺ എന്ന് എങ്ങനെ ചോദിക്കുക വെച്ചാൽ ന്യൂട്രോൺ എങ്ങനെ കണ്ടെത്തുക? ഈ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 23 മൈനസ് 11 എത്രയാണ്? 12 അല്ലേ? അതാണ് എത്ര ന്യൂട്രോൺ ഉണ്ട്. മനസ്സിലായോ? സിമ്പിളല്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറച്ച് കണക്ക് കുറക്കാനും കൂട്ടാനൊക്കെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ആദ്യം തന്നെ പതുക്കെ ഇങ്ങനെ തുടങ്ങിയത്. ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിൾ പറയാണ്. കാർബൺ. ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇസഡ് 6. മാസ് നമ്പർ എത്രയാണ്? 12. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോട്ടോൺ എങ്ങനെ എഴുതുക? പ്രോട്ടോൺ അറ്റോമിക് നമ്പറും പ്രോട്ടോണും സെയിം ആയിരിക്കും. പ്രോട്ടോണും ഇലക്ട്രോണും അറ്റോമിക് നമ്പറും സെയിം ആയിരിക്കും. ഇലക്ട്രോൺ 6. ന്യൂട്രോൺ എത്രയാണ്?
മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 6. മനസ്സിലായോ? എളുപ്പമല്ലേ? ഇത്രയും സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. ഇതാക്കണം ഹൈഡ്രജൻ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയുണ്ട് നോക്കുക. 1. മാസ് നമ്പർ എത്രയാണ്? 1. അപ്പോൾ ഇതിൽ മൊത്തം എത്ര പ്രോട്ടോൺ ഉണ്ട്? പ്രോട്ടോൺ എണ്ണാണ് അറ്റോമിക് നമ്പർ 1. എത്ര ഇലക്ട്രോൺ ഉണ്ട്? സെയിം ആണ് 1. തുല്യമായിട്ടുള്ള പ്രോട്ടോൺ ഇലക്ട്രോൺ സെയിം അല്ലേ? ന്യൂട്രോൺ എത്രയാണ്? ഹൈഡ്രജനിലെ ന്യൂട്രോൺ എങ്ങനെ വരിക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 1 - 1 0. ന്യൂട്രോൺ ഇല്ല. ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മാസ് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്, ആ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇത് കാണുക, അതായത് ഇലക്ട്രോൺ എത്രയാണ്, പ്രോട്ടോൺ എത്രയാണ്, ന്യൂട്രോൺ എത്രയാണെന്ന് കാണുന്നതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറയാണ്. എന്തെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സാറുമാരെ അറിയിക്കണം കേട്ടോ. ക്ലാസ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കേട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ മാത്രം തന്നു കേട്ടോ. ഇതൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മാസ് നമ്പർ മാത്രം നമുക്ക് തന്നു. അപ്പം നമ്മൾ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നും പ്രോട്ടോൺ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായോ? അതായത് ഫൈൻഡ് ദ മാസ് ഓഫ് ദി ആറ്റം ഹാവിങ്, ഇങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങളായിരിക്കാം. ഫൈൻഡ് ദ മാസ് ഓഫ് ദി ആറ്റം ഹാവിങ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഇല്ല ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? അങ്ങനെ ചോദ്യം വരും. അതായത് പിന്നെ ഒരു ആറ്റത്തിൻ്റെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉള്ള ഒരു ആറ്റത്തിൻ്റെ മാസിൻ്റെ അളവ് എത്രയാണെന്നുള്ള ചോദ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിൻ്റെ എണ്ണം തന്നെയല്ലേ? പ്രോട്ടോൺ കൂട്ടണം ന്യൂട്രോൺ. മനസ്സിലായോ? എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? 2 2 4. മാസ് നമ്പർ എന്താ? 4 യൂണിറ്റ്. മനസ്സിലായോ? സിമ്പിളാണ്, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രീനോടൊരു ഇഷ്ടം തോന്നുന്നില്ലേ? ഇത്രയേ ഉള്ളൂ കെമിസ്ട്രി. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ ഇതിനൊക്കെ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഒരു ആറ്റത്തിൽ ഉള്ള ഇലക്ട്രോണിൻ്റെ വിന്യാസം കേട്ടോ. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ വിന്യാസം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതെന്താണ്? ന്യൂക്ലിയസ് ആണ്. ഇതെന്താണ്? ഫസ്റ്റത്തെ ഓർബിറ്റാണ്. ഇത് രണ്ടാമത്തെ ഓർബിറ്റാണ്. ഇത് മൂന്നാമത്തെ ഓർബിറ്റാണ്. ഇത് നാലാമത്തെ ഓർബിറ്റാണ്. നമ്മളിതിനൊക്കെ ഒരു പേര് കൊടുത്തു. എന്തായിരുന്നു പേര്? 1 2 3 4. അല്ലെങ്കിൽ വേറെ പേര് നമ്മൾ കൊടുത്തു. ഏതാ പേര്? K L M N. മനസ്സിലായില്ലടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഓർബിറ്റിലും എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ്റെ പേരാണ് 2n². ഫോർ കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. അതായത് ഓരോ ഓർബിറ്റിലെയും ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യമാണ് എന്ത്? 2 × n². ഈ n എന്താണ്? നമ്പർ. ഈ ഓരോ ഇതിൻ്റെയും നമ്പറാണ്.
ഇപ്പം കെ എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ 2 1 സ്ക്വയർ എത്രയാണ് 2. ഫസ്റ്റത്തെ ഷെല്ലിൽ അപ്പോൾ എത്ര ഇലക്ട്രോൺ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുക, 2 ഇലക്ട്രോൺ. ഫസ്റ്റത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. മനസ്സിലായോ? ഇതാക്കണേ എൽ എന്നുള്ള ഷെല്ലിൽ നമ്മൾ എത്ര ഇലക്ട്രോൺ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും, എല്ലിൻ്റെ നമ്പർ എത്രയാണ് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 × 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ് 4 അല്ലേ, 2 × 4 8. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ അങ്ങനെ 8 എഴുതും. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ എഴുതി. മനസ്സിലായോ? അങ്ങനെ നമ്മൾ അടുത്തതിൽ എന്താണ്, എമ്മിൽ എത്ര എണ്ണം നമുക്ക് കൊള്ളും, 2 × 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ് 9. 2 × 9 എത്ര 18. ഇതിൽ 18 ഇലക്ട്രോണിനെ കൊള്ളും. മനസ്സിലായോ? 3 4 6 7 8 9 10 11 12 14 15 16 17 18 ഇലക്ട്രോണ് കൊണ്ടും. അപ്പോൾ ഇനി എന്നിൽ എത്ര കൊള്ളും, നമ്മൾ എന്താ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് 4 അല്ലേ, 1 2 3 4 സ്ക്വയർ കൊടുക്കുക. അപ്പോൾ എത്രയാണ് എന്നിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ കാണുക, 2 × 4 സ്ക്വയർ. 4 സ്ക്വയർ എന്താ, 4 × 4 എത്ര 16. കണക്കറിയണം കേട്ടോ, 16. അപ്പോൾ 2 × 16 എത്ര 32 ഇലക്ട്രോണ് കൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും എം എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊള്ളും. അപ്പോൾ നമ്മൾ അന്തം വിടരുത്, KLM. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണ് 3 ആണെന്നും ഈ ഇക്വേഷൻ മനസ്സിലാക്കുക, ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക, എന്ത് ചെയ്യുക, പിന്നെ എത്ര കണ്ടെത്തുക കേട്ടോ. ഇത്രയും ഇപ്പം ഇത്ര പഠിച്ചുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസ് ഉണ്ട്, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ വിന്യാസം എങ്ങനെയാണ് ഒരു ആറ്റത്തിൽ നടക്കുന്നത് എന്നതിനാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് നമുക്കറിയാം, ഓരോ ഷെല്ലും നമുക്കറിയാം, ആ ഷെല്ലിന് നമ്മൾ പേരിടാൻ പഠിച്ചു, ആ ഷെല്ലിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ഓരോ ഷെല്ലിനും ഓരോ എനർജി ഉണ്ട് നമ്മൾ പഠിച്ചു, എനർജി ലെവലാണ് നമ്മൾ പഠിച്ചു. ആ എനർജി ലെവൽ വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഇലക്ട്രോണിനെ ഓരോ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കി. മനസ്സിലായില്ലേ? ഒന്നുമില്ല കേട്ടോ, ആകെ കൺഫ്യൂഷൻ ആവരുത്. കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല, വളരെ വളരെ എളുപ്പമാണ് കേട്ടോ. മാത്സ് കുറച്ച് അറിയണം കേട്ടോ. മാത്സ് അറിയുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അറിഞ്ഞാൽ മതി, വലിയ കൂടുതലായിട്ട് മാത്സിൽ പുലികളാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഇവിടെ നമ്മൾ ഇലക്ട്രോണിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഹൈഡ്രജൻ എന്താണ്, ഇങ്ങനെയല്ലേ ഹൈഡ്രജൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ ഹൈഡ്രജൻ ഡിനോട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഹൈഡ്രജൻ എത്ര പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ് 1. ആ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയല്ലേ ഇലക്ട്രോണ്. അപ്പോൾ ഈ ആകെ ഒരു ഇലക്ട്രോണേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഹൈഡ്രജൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയുന്നത് എന്താ, ഇത് ഹൈഡ്രജൻ ന്യൂക്ലിയസ്, ഹൈഡ്രജൻ എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ 1 കഴിഞ്ഞു. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണത് ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 2. അറ്റോമിക് നമ്പറിൽ പറയുമ്പോൾ നമ്മൾ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് 2. അതന്നെ ആയിരിക്കും എന്ത് ഇലക്ട്രോൺ 2 എണ്ണം. അപ്പോൾ എന്താ ഹീലിയം എങ്ങനെ നമ്മൾ ചെയ്യുക, He2. കാരണം ഫസ്റ്റത്തിൽ 2 എണ്ണേ കൊള്ളുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് പറയാണ് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 3 അല്ലടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ലിഥിയം ഫസ്റ്റത്തിൽ 2 എണ്ണം മാത്രമേ പറ്റുള്ളൂ, 3 എണ്ണം കൊള്ളൂല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ല് വരിക്കും 1 3. അങ്ങനെ അറ്റോമിക് നമ്പർ നോക്കിയിട്ട് നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺസിൻ്റെ വിന്യാസം നമ്മൾ വരച്ച് പഠിക്കുക. മനസ്സിലായോ? വളരെ എളുപ്പമാണ്. ഇനി വലിയ നമ്പർ കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വലിയ നമ്പറൊക്കെ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, അലുമിനിയം അറ്റോമിക് നമ്പർ 13 ആണ് അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പം അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ എത്രയാണ് 13. ഇലക്ട്രോണിൻ്റെ എണ്ണം 13 ഇലക്ട്രോൺ ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ ഓർബിറ്റൽ ഇങ്ങനെ എഴുതുക, KLM അങ്ങനെ എഴുതിക്കൊണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഫസ്റ്റത്തിൽ എത്ര നമ്മൾ കൊള്ളുള്ളൂ? 2. രണ്ടാമത്തിൽ എത്രയാണ്? 8. 10 ആയില്ലേ? ബാക്കി ഇനി എത്ര ഉണ്ട്? 3. M-ൽ 3 എണ്ണം. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുക. അലുമിനിയത്തിൻ്റെ ഫസ്റ്റത്തിൽ 2 എണ്ണം, പിന്നത്തിൽ 8 എണ്ണം ഫില്ല് ചെയ്തു, മനസ്സിലായോ? പിന്നത്തിൽ 3 എണ്ണം കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, പലതും ചോദിക്കും. നിങ്ങളൊന്നും പേടിക്കരുത്, വലിയ ആറ്റാണെങ്കിലോ വലിയ അറ്റോമിക് നമ്പർ ഉള്ളതാണെന്നും വേണ്ട. നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അറ്റോമിക് നമ്പർ തരാതെ ചോദിക്കില്ല. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കുക. അറ്റോമിക് നമ്പർ എത്ര? 26 എന്നുള്ള അറ്റോമിക് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാക്കണേ, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 17 എന്ന് തരും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 2, 8, 10 ആയില്ലേ? ബാക്കിയുള്ള എത്ര? 7. എന്നിട്ട് ഇങ്ങനെ വരച്ച് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പെട്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ല സുഖം കേട്ടോ. എന്തെങ്കിലും സംശയം വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, സംശയത്തോടെ പോകരുത്. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നല്ല നമ്മൾ ചാപ്റ്ററുടെ പേര്. സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലായോ? ഇനി വളരെ 2-3 ചെറിയ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ തീരും, മനസ്സിലായോ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഐസോടോപ്സ്. ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ അവരുടെ മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഐസോടോപ്സിലെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്സാണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ആദ്യം നമ്മൾ പറയുന്നത് പ്രോട്ടിയം. രണ്ടാമത്തത് ഡ്യൂട്രിയം. മൂന്നാമത്തത് ട്രീഷ്യം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, മാസ് നമ്പർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, അറ്റോമിക് നമ്പർ എന്താണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോൺ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞിട്ടോ. നമുക്ക് എന്ത് ചോദിച്ചാലും മനസ്സിലാവും. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ദ ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഉണ്ടോ, അവിടെ എല്ലാം സെയിമാണ്, ഹൈഡ്രജൻ ഹാവിങ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഇവിടെ ഉണ്ടോ മാസ് നമ്പർ എത്രയാണ്? 1, ഇവിടെ എത്രയാണ്? 2, ഇവിടെ എത്രയാണ്? 3. ആൻഡ് സെയിം അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറൊക്കെ സെയിം ആണ്, മനസ്സിലായോ? ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ തമ്മിൽ മാസ് നമ്പറിൽ വ്യത്യസ്തത കാണിക്കുകയും അറ്റോമിക് നമ്പർ തുല്യമാവുകയും ചെയ്താൽ അതിന് പറയുന്ന പേരാണെന്ത്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എത്ര മാസ് നമ്പർ? 1, ഇവിടെ എത്ര? 2, ഇവിടെ എത്ര? 3. ഇവിടെ അറ്റോമിക് നമ്പറൊക്കെ 1 തന്നെയാണ്. ഇപ്പം നമ്മളിവിടെ പറയാണ് നമ്മൾ എത്ര പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? 1, കാരണം അറ്റോമിക് നമ്പറാണ്, പ്രോട്ടോൺ എന്നാണ് 1. ഇലക്ട്രോൺ എത്ര ഉണ്ട്? 1. മനസ്സിലായോ? ന്യൂട്രോൺ എത്രയാണ് ഇവിടെ? ന്യൂട്രോൺ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നമ്മൾ പഠിച്ചു, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 1 - 1 0 ന്യൂട്രോൺ ആണ്. ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട്? 1. ഇലക്ട്രോൺ എത്രയാണ്? 1. ന്യൂട്രോൺ എത്രയാണ്? 2 - 1 1 ന്യൂട്രോൺ ഉണ്ട്. ഇവിടെ എത്രയാണ്? പ്രോട്ടോൺ എത്രയാണ്? 1. ഇലക്ട്രോൺ എത്രയാണ്? 1. ന്യൂട്രോൺ എത്രയാണ്? 3 - 1 2. അപ്പോൾ ന്യൂട്രോണിൽ മാത്രമേ ഇവിടെ ചേഞ്ച് ഉള്ളൂ. ന്യൂട്രോണിൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴേ എന്താണ്? മാസ് നമ്പറിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. പ്രോട്ടോൺ എല്ലാത്തിലും സെയിമാ, കണ്ടോ? സെയിമാ. ന്യൂട്രോൺ മാത്രമേ ഇവിടെ മാറ്റുള്ളൂ, 0 1 2. അപ്പോൾ അങ്ങനെ പറയുന്ന എലമെൻസിനെ മൂലകങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? ഐസോടോപ്സ്. ആറ്റത്തിന് പറയുന്ന പേരാണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐസോടോപ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ. ഇതാണ് മെയിനായിട്ടുള്ള കാർബണിൻ്റെ നമ്മൾ മാസ് നമ്പറും അറ്റോമിക് നമ്പറും എഴുതുക. വേറെ കാർബൺ ഉണ്ട് 13 6, കാർബൺ 14, കാർബൺ 13 എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഐസോടോപ്സ് ഉണ്ട്.
ഇതാണ് കാർബണിൻ്റെ ഐസോടോപ്സ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക. ഐസോടോപ്സ് കുറേ ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസോടോപ്സിൻ്റെ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി, കാരണം കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. മനസ്സിലായോ? രാസ പ്രവർത്തന വേളയിലൊക്കെ ഇവർ ഒരേ റിയാക്ഷൻസ് ആയിരിക്കും കാണിക്കാം. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം മാസ് നമ്പർ ഇവിടെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പങ്കെടുക്കുന്ന ആളാണ് എന്ത്? അറ്റോമിക് ആറ്റം, ഇലക്ട്രോൺസ് ആണ് പങ്കെടുക്കുന്നത്. അപ്പം ഇലക്ട്രോൺസിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് അവർക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? വ്യത്യസ്തമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഐസോടോപ്സിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്തെങ്കിലും സംശയം വീണ്ടും പറയുകയാണ്. ഇതിപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ തീരാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറുമാരോട് നിങ്ങൾ പറയണം കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തതായിരിക്കേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഐസോബാർ. ഐസോടോപ്പ് നമ്മളൊന്ന് പഠിച്ചു. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ പറയാം കേട്ടോ. Isobars are atoms having same mass number സെയിം ആയിരിക്കും ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. എന്ത് ഐസോബാർ സെയിം ആയിട്ടുള്ള മാസ് നമ്പർ ആയിരിക്കും, ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. നമ്മൾ പറഞ്ഞ ഐസോടോപ്പ് എന്താണ്? ഡിഫറെൻറ്റ് മാസ് നമ്പറാണ് ഇവിടെ, സെയിം അറ്റോമിക് നമ്പർ. അങ്ങോട്ടും ഐസോടോപ്പ് അങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. എക്സാമിന് ചോദിക്കുമ്പോൾ മറന്നു ചിലപ്പോൾ ഇതൊക്കെ എഴുതി വെക്കും, അത് മാറ്റി വെക്കരുത്. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ തുല്യമായിരിക്കും, അതിൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന ആറ്റങ്ങൾക്കാണ് എന്ത് ഐസോബാർ നമ്മൾ പേര് വിളിക്കാം. ഐസോടോപ്പ് എന്താണ്? അറ്റോമിക് നമ്പർ തുല്യമായിരിക്കും, മാസ് നമ്പർ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഇനി അടുത്ത് വേറൊരു ഒന്നുകൂടി ഉണ്ട്, ഐസോട്ടോൺ. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നൈട്രജൻ, കാർബൺ. ഇതിൻ്റെ കണ്ട ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കറക്റ്റായിരിക്കും. ന്യൂട്രോണിൻ്റെ എണ്ണം കറക്റ്റായിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുക? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടെത്തുന്നതിന് ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ ന്യൂട്രോൺ കണ്ടെത്തുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇപ്പോൾ എത്രയാണ്? 8. മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ എന്താണ്? കാർബണിന് എന്താണ് മാസ് നമ്പർ? 16 മൈനസ് എത്രയാണ്? 8. 2 ന്യൂട്രോൺ. രണ്ടിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണ്. അങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിമുള്ള ആറ്റത്തിനെ പറയുന്ന പേരാണെന്ത്? ഐസോട്ടോൺ. മനസ്സിലായോ? അപ്പോൾ ഐസോടോപ്പ് ഉണ്ട്, ഐസോബാർ എന്നുണ്ട്, ഐസോട്ടോൺ എന്നുണ്ട്. മനസ്സിലായോ? ടോപ്പ് എന്നുള്ളത് അറ്റോമിക് നമ്പർ എന്ന് ആലോചിക്കുക. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് സെയിം. ബാർ എന്നുള്ളത് എന്തായിരിക്കും? മാസ് സെയിം. ടോൺ എന്നുള്ളത് എന്തായിരിക്കും? ന്യൂട്രോൺ സെയിം. അങ്ങനെ ഒരു ബോക്സിലാക്കി നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക, സുഖമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഐസോടോപ്സൊക്കെ ഒരുപാട് നമ്മളെ അറ്റോമിക് റിയാക്ടറിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ വായിക്കുക. എക്സാമ്പിൾസാണ് ഉള്ളത്. യുറേനിയം എന്ന് പറഞ്ഞാൽ നമ്മളെ ആണവ നിലയത്തിൽ നമ്മൾ അതിൻ്റെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴയ ഫോസിലുകളുടെ അതേപോലെ ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കെട്ടിടത്തിൻ്റെയൊക്കെ വയസ്സ് അല്ലെങ്കിൽ എത്ര വർഷമായി എന്നൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസോടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐസോടോപ്സിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറ്റോമിക് ആണവ നിലയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെ. അതേപോലെ ന്യൂട്രിയൻസ്
ക്യാൻസർ, ട്യൂമർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഐസോടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഐസോടോപ്സിൻ്റെ യൂസേജ് പറയുന്നുണ്ട് കേട്ടോ. അത് എക്സാമിന് ചോദിക്കും. വാട്ട് ആർ ദ യൂസേജസ് ഓഫ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഐസോടോപ്പ് കൊണ്ട് ഉള്ളത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ ഇതോടുകൂടി തീരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇപ്പോൾ വളരെ പതുക്കെ കുറച്ച് സ്ലോ ആയി നമ്മൾ ഈ ചാപ്റ്റർ. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്ററിൻ്റെ പേര് തന്നെ നമ്മളുണ്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോണ കാര്യം എന്നുണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ വിന്യാസം അത് എഴുതാൻ നിങ്ങൾക്കറിയും. മാസ് നമ്പർ കണ്ടെത്താൻ അറിയും, അറ്റോമിക് നമ്പർ കണ്ടെത്താൻ അറിയും, ന്യൂട്രോൺ എത്രയാണ്, പ്രോട്ടോൺ എത്രയാണ്, ഇലക്ട്രോൺ എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോർ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് മനസ്സിലാക്കുക. പ്ലാനറ്ററി മോഡൽ ഓഫ് റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ, അതായത് സൗരയൂഥ മാതൃക എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് സയൻറ്റിസ്റ്റ് പലതും കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി എന്തൊക്കെ കണ്ടെത്തിയത്, ഇപ്പോൾ ഒരു എക്സ്റേ ആരാണ് കണ്ടെത്തിയത്, അതൊക്കെ ഒരു ചോദ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ജെ തോംസൻ്റെ മോഡൽ ആറ്റത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കി അവസാനം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനെ അതിൽ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെ കാലിബർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ഇതേ വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. മലയാളം മീഡിയക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഫോളോ ചെയ്യാൻ, കാരണം ഞാൻ മലയാളം വളരെ കുറച്ചായിരിക്കും പറയുന്നുണ്ടാവുക. എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും സംശയം ഈ ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയിട്ട്, ഈ ചാപ്റ്ററിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു, കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ്. അപ്പം പിന്നെ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്ത് സംശയം, ഏത് ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സാറിനോട് പറയണം. നിങ്ങളെ സംശയങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് മാത്രമേ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതിലെല്ലാവർക്കും ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൽ എക്സാം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായി? അങ്ങനെ ഞാൻ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. ഓക്കെ.